മഴയെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ ബൊഗൈൻവില്ലയുടെ അടുത്തൊരു സീസൺ വന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിൽ ചാഴൂർ അടുത്തുള്ള ഒരു വെറൈറ്റി ബൊഗൈൻവില്ലകളുടെ ഗാർഡനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇതൊരു ഇൻഫർമേഷൻ വീഡിയോയാണ്. അവിടുത്തെ ഫോൺ നമ്പർ, അവിടത്തേക്ക് എങ്ങനെ എത്തിച്ചേരാൻ പറ്റും, അവിടെയുള്ള വെറൈറ്റികൾ ഓരോന്നിൻ്റെയും ID, പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുക, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. എൻ്റെ പേര് കീർത്തന. ഞങ്ങളുടെ ഗാർഡൻ്റെ പേര് നൈപുണ്യ ബൊഗൈൻവില്ല ഗാർഡൻ. ഇത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിനടുത്ത് ചാഴൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. ഇതിപ്പോൾ ഈ വർഷമാണ് ഈ ഒരു ഗാർഡനായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഇതിനു മുമ്പ് നമുക്ക് കളക്ഷൻ ഉണ്ട്, ഇപ്പോഴും നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബൊഗൈൻവില്ല ഓരോ ദിവസവും ഹൈബ്രിഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ ഇവിടെ ഉള്ള കളക്ഷൻസ് കാണാം. ഈ ഒരു വെറൈറ്റിയുടെ പേര് സിന്തായി യെല്ലോ എന്നാണ്. ഇതിനിപ്പോ ഒരു സ്റ്റിക്കിൽ ഇങ്ങനെ വളർത്തിയിട്ടുള്ളതാണ്. ഫ്ലവറിങ് കഴിഞ്ഞിട്ട് ഇതിപ്പോ വീണ്ടും നിറയെ ഫ്ലവർ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഈ യെല്ലോ കാണാനായിട്ട്. അതുപോലെ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവും. സിന്തായിൽ തന്നെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട്. ഇത് അടർന്ന എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. നിറയെ കളർ വെറൈറ്റികൾ വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. നിറയെ പൂക്കൾ ഉണ്ടാവും. ഇതിപ്പോ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് ടാങ്ക്ലോൺ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. ഈ ടാങ്ക്ലോണിന്റെ പ്രത്യേകത, ഇത് മുഴുവനായിട്ട് പൂക്കൾ വിരിയില്ല, അതാണ് ഇതിന്റെ പ്രത്യേകത. നല്ല റെഡ് കളറാണ് ടാങ്ക്ലോൺ റെഡ്. ടാങ്ക്ലോൺ ഫാമിലിയിൽ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട്. ഇതിൽ നമുക്ക് റെഡ് ആണ്, ടാങ്ക്ലോൺ റെഡ് ആണ്. ഇത് ടാങ്ക്ലോൺ റെഡ് ആണ്. ടാങ്ക്ലോൺ വേറെ ഏതെങ്കിലും വെറൈറ്റി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്? ഉണ്ട്. ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. ഇപ്പൊ ഫസ്റ്റ് ഫ്ലവറിങ് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടാമത് വീണ്ടും ഫ്ലവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. തീയുടെ കളർ വരുന്നത് ഫ്ലെയിം റെഡ് എന്ന് പറയുന്നത്. അതെ അതെ, നല്ല ഭംഗിയാണ്. നിറയെ പൂക്കൾ ഉണ്ടാവും. ഇപ്പൊ പൂക്കൾ വിരിഞ്ഞു വരുന്നുള്ളൂ. മൊത്തം വിരിഞ്ഞു കഴിയുമ്പോൾ പൂക്കളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഇത് ചില്ലി വെറൈറ്റികൾ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിലിപ്പോൾ ഉള്ളത് ചില്ലി യെല്ലോ, റെഡ്, ചില്ലി ഐസ്ക്രീം. ചില്ലി ഫാമിലിയിൽ തന്നെ ചില്ലി പിങ്ക് ഉണ്ട്, ഇനി വൈറ്റ് ഉണ്ട്. ഇതിലിപ്പോ 3 എണ്ണമാണ് ചെയ്തിട്ടുള്ളത്. ഒരേ ഒരു മരത്തിൽ ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരേ ഫാമിലിയിൽ പെട്ട പ്ലാന്റ്സുകൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഒരേ ടൈമിൽ ഒരുമിച്ച് പൂക്കും. ഇത് ഹവായി വൈലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട്. ഇതിന്റെ ലീഫ് വരുന്നത് വെരിഗേറ്റഡ് ആണ്. ഹവായി ഫാമിലിയിൽ ഇനി ഹവായി വൈറ്റും കൂടെ ഉണ്ട്. ഇത് ബ്രിസ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. നല്ല റെഡ് കളറാണ്. ഇതിന്റെ ഫ്ലവർ കൊഴിയുന്ന ടൈം ആവുമ്പോൾ ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് മാറും. നിറയെ പൂക്കളുണ്ട്. നല്ല വെറൈറ്റിയാണ്. ബ്രിസ ഫാമിലിയിലും ഇനിയും വെറൈറ്റികൾ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് സെയിലിനുണ്ടോ അതോ സെയിലിനുണ്ട്? മദർ പ്ലാന്റ് അല്ല? അല്ലല്ല, സെയിലിനുണ്ട്. ഇത് ഫോക്സ് ടെയിൽ യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. നല്ല ഭംഗിയാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ. നിറയെ പൂക്കളുണ്ട്. ഇതും ഇന്ത്യൻ അല്ല? അല്ല, യെല്ലോയും വൈറ്റും കൂടെ വരുമ്പോ ഒരു ക്രീമും ഉണ്ട് അല്ലേ? അതിന്റെ അകത്ത് ഒരു റെഡും വരണ്ടല്ലേ? ആ കളർ ഇപ്പൊ എങ്ങനെയോ വന്നതാണ്. ഫസ്റ്റ് ടൈം വരുമ്പോ ഇത് തന്നെയായിരുന്നു കളറ്. വിരിഞ്ഞപ്പോ വന്നിട്ടുള്ളതാണ്. അടിപൊളിയായിട്ടുണ്ട്. മഹാറാണി എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. ഇപ്പൊ നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റി ആണ്. ഇതിന്റെ ഈ ഇങ്ങനെ മിക്സഡ് ആയിട്ട് വരുന്ന കളറാണ് എല്ലാവർക്കും ഇഷ്ടം. വിരിയുമ്പോഴേ ഈ കളറാണോ അതോ? അതെ അതെ, വിരിയുമ്പോഴേ ഈ കളറിൽ തന്നെ വിരിയുന്നത്. 3 കളർ ഉണ്ട് അല്ലേ? 3 അല്ലേ? 3 ശരിക്കും കുറെ കളർ ഒരുമിച്ച് വിരിയുന്നത്. പേരും അടിപൊളിയല്ലേ, മഹാറാണി. ഇത് മൂൺലൈറ്റ് യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. ഇതിന്റെ ലീഫും ഫ്ലവറും ഒക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് നമുക്ക് സെയിലിനുണ്ടോ? ഇതിപ്പോ നമ്മുടെ ഇല്ല, നമ്മൾ കളക്ഷന് വേണ്ടിട്ട് എടുത്തിട്ടുള്ള ഒരു പ്ലാന്റ്. മദർ പ്ലാന്റ് ആയിട്ട്. ഇത് ഫോക്സ് ടെയിൽ വൈറ്റ്. നല്ല വൈറ്റ് കളറും അതുപോലെ തന്നെ നല്ല കട്ടിയായിട്ട് പൂക്കൾ ഉണ്ടാവും. നേരത്തെ കണ്ട ഫോക്സ് ടെയിൽ യെല്ലോ, ഇത് വൈറ്റ്. ടെയിൽ റെഡ് ആണ്. ഇതിന്റെ വേറെ ഏതാണ് നമ്മുടെ ഇവിടെ ഉള്ളത്? ഇപ്പോ നമ്മുടെ ഫോക്സ് ടെയിൽ ആകെ 3 എണ്ണം ഉള്ളൂ നമ്മുടെ കയ്യിൽ വെറൈറ്റി. യെല്ലോയും വൈറ്റും റെഡും. ഡയമണ്ട് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. ഇതിന്റെ ലീഫ് ഇതുപോലെ നിറയെ യെല്ലോ പുള്ളികളായിരിക്കും. ഫ്ലവറും നല്ല ഭംഗിയാണ്. ഡയമണ്ട് റെഡ് എന്നാണ് ഇതിന്റെ പേര്. ഡയമണ്ട് യെല്ലോ പുള്ളി ഉള്ളതുകൊണ്ടായിരിക്കും ഡയമണ്ട് പേര് വന്നല്ലേ. റൂബിയാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാ. കറക്റ്റ് കളറിൽ കിട്ടണമെന്ന് അറിയില്ല. നല്ല ഭംഗിയുള്ള ഡാർക്ക് കളറാണ് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതല്ല, കളർ ഏതാന്ന് പറയാൻ പറ്റില്ല. ഇത് നമുക്ക് മദർ പ്ലാന്റ് ആണോ ചേച്ചി? ഇതിപ്പോ പുതിയ കളക്ഷനിലേക്ക് അടുത്തത് ഏതാ? ഇത് തായ് പ്രിൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്.
ഇതിന്റെ അതെ നല്ല കളറാണ്. തായ് പ്രിൻസസ്. തായ് പ്രിൻസസ് ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇതിന്റെ ഇതളുകളുടെ ഒരു ഷേപ്പാണ് ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകത. ഓ ഈ വെറൈറ്റി ഷേപ്പാണല്ലേ. ഇത് നമ്മൾ ഹാർട്ട് ഷേപ്പിലൂടെ സെറ്റ് ആക്കി. അതുകൊണ്ടാണ് അതിനെ സ്വീറ്റ് ഹാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. ഇത് ബ്ലൂബെറി ഐസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇപ്പത്തിലെ പൂക്കളൊക്കെ ഒരുപാട് കൊഴിഞ്ഞു നിൽക്കാണ്. നല്ല ഭംഗിയിൽ പൂക്കൾ വരും. ഈ വെരിഗേറ്റഡ് ലീഫിൽ ഈ കളർ പൂക്കൾ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇത് പുതിയ വെറൈറ്റി ആണോ അതോ അല്ല, മുമ്പുള്ളതാ. ഇതിപ്പോ നമ്മുടെ കയ്യിൽ ഒരു 4 വർഷത്തെ പ്ലാന്റ്. ഇത് നേരത്തെ കണ്ട ടാങ്ക്ലോൺ റെഡിന്റെ ടാങ്ക്ലോൺ യെല്ലോ ആണ്. ഇതും അതെ, ഇങ്ങനെ വിരിയില്ല, ഇതളുകൾ ഇങ്ങനെ നിൽക്കും. നമ്മൾ അപ്പുറം റെഡ് കണ്ടത് അല്ലേ? അതെ. ഇത് ടാങ്ക്ലോൺ പർപ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ കണ്ട യെല്ലോയിന്റെ റെഡും പർപ്പിളും ആണ് ഇവിടെ ഉള്ളത്. അല്ല, പീച്ചും ഉണ്ട്. ഓക്കേ, അതാണ് ടാങ്ക്ലോൺ. ഇതാണ് ടാങ്ക്ലോൺ പീച്ച്. ഓക്കേ ഓക്കേ. ഇത് മിസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. ഇതിൽ വൈറ്റും ലൈറ്റ് പിങ്ക് ഷെയ്ഡും ആണ് വരുന്നത്. നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഫ്ലവറിങ് കഴിഞ്ഞിട്ട് അടുത്ത ഫ്ലവർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ മുഴുവനും വിരിഞ്ഞു കഴിയുമ്പോഴാണ് ശരിക്കും ഇതിന്റെ ഭംഗി അറിയാൻ പറ്റുക. മിസ് വേൾഡ്. ഇത് അർജുന എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. ഇതിലും ഇങ്ങനെ മിക്സഡ് ആയിട്ടുള്ള കളറാണ് വരുന്നത്. അതാണ് ഈ പൂക്കളുടെ പ്രത്യേകത. ഇതിന് നമുക്ക് തൈകൾ കൊടുക്കാനുണ്ടോ? ഉണ്ട്. ഇത് റെഡ് സെപ്റ്റംബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇതും അർജുന പോലെ ഒരു അർജുന പോലെ തന്നെയാണ് ഇതിലും കളേഴ്സ് വരുന്നത്. മിക്സ് ആയിട്ട് വരുവാണ്. അതെ. പിന്നെ ലീഫിനൊരു കളർ ഉണ്ട്. അല്ല, മുഴുവനായിട്ടുള്ള ലീഫിലില്ല. ഇതിന്റെ പേര് ഇത് റെഡ് സെപ്റ്റംബർ. ഇതൊരു പർപ്പിൾ കളർ പ്ലാന്റ് ആണ്. ഫ്ലവർ ആണ് ഇതിൽ വരുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി ആണ്. കറക്റ്റ് ഇതിന്റെ ഒരു ഐഡിയ എനിക്കറിയില്ല, പക്ഷെ ഇതിന്റെ ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് മഴക്കാലത്തും അങ്ങനെ പൂക്കൾ ഉണ്ടാവും. അതെ. ഇത് ചില്ലി യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. ഇതിപ്പോ പൂക്കൾ വിരിഞ്ഞു വരുന്നുള്ളൂ. വിരിഞ്ഞു വരുമ്പോൾ മൊത്തം നല്ല യെല്ലോ കളറായിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇതും ഓൾ സീസൺ ആണോ ചേച്ചി? അല്ല, ഇത് ഓൾ സീസൺ അല്ല, പക്ഷെ നിറയെ പൂക്കൾ ഉണ്ടാവും. ഇതിപ്പോ ഒരുപാട് വർഷത്തിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും ചെറിയ ലീഫും അതുപോലെ തന്നെ നിറയെ പൂക്കളായിട്ട്. തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. ഉണ്ട്. പീച്ച് മസൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇതിന്റെ പൂക്കളുടെ ഷേപ്പും വളരെ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ലീഫ് വരുന്നത് വെരിഗേറ്റഡ് ലീഫാണ്. ഇത് നമുക്ക് തൈ ഉണ്ടോ ഇവിടെ? ഉണ്ട്, തൈ ഉണ്ട്. ഇത് കയാട്ട എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. നല്ല ഭംഗിയാണ് ഇതിന്റെ കളർ കാണാൻ. അതുപോലെ തന്നെ നിറയെ പൂക്കളാവും. ഇതിപ്പോ വിരിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. വിരിഞ്ഞ് മുഴുവനാവുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ടീന എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. ഇതിന്റെ ഇതളുകൾ കണ്ടോ, കുറെ കളർ മിക്സ് ആയിട്ട് വരുന്നതാണ്. അർജുനയുടെ വേറൊരു വെറൈറ്റി അല്ലേ? അതെ അതെ. ഇത് ബ്രിസ പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. നല്ല പീച്ച് കളർ. നമ്മൾ നേരത്തെ ബ്രിസ റെഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ബ്രിസ പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇതൊരു വലിയ പ്ലാന്റ് ആണ്. വലിയ പ്ലാന്റ് ആണ്. ഇത് മദർ പ്ലാന്റ് ആണ്. നമ്മൾ കളക്ഷൻ തുടങ്ങിയ ടൈമിലൊക്കെ എടുത്തിട്ടുള്ള പ്ലാന്റ്സുകളാണ്. ഒരു വെറൈറ്റി ആണ് ഹൈബ്രിഡില്, എന്നാലും നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണ്. ജുവൽ എന്നാണ് ഇതിന്റെ പേര്. ജുവൽ പിങ്ക്. ജുവൽ തന്നെ വെറൈറ്റികളായിട്ട് കുറെ പ്ലാന്റ്സുകൾ ഉണ്ട്. നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഇത് സൺറൈസ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. മുള്ളില്ലാത്ത ഒരു വെറൈറ്റി തന്നെയാണ്. അല്ലെ ഹാങ്ങിങ് പോട്ടിലും അതുപോലെ തന്നെ ഇങ്ങനെ ക്രീപ്പർ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആർച്ചൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ എളുപ്പമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അതിപ്പോ വെയിറ്റ് വന്നോണ്ട് ഇങ്ങനെ പോയതാ. സൺറൈസ് വൈറ്റ്. ഇപ്പൊ ഈ പൂക്കള് കൊഴിയാറായി. അപ്പോഴേക്കും അടുത്ത പൂക്കൾ വന്നു തുടങ്ങി. അപ്പൊ മൊത്തത്തിൽ ആ പൂക്കളുടെ ഒരു വെയിറ്റ് കൊണ്ടൊന്ന് ചാഞ്ഞതാണിത്. സുവർണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇത് മറ്റേ ഫോക്സ്റ്റൈൽ യെല്ലോ കണ്ട പോലെ തന്നെ വൈറ്റും യെല്ലോയും മിക്സ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. സുവർണ യെല്ലോ കളറിലാണ് വിരിഞ്ഞു തുടങ്ങുന്നത്. പിന്നെ ഈ ഒരു കളറിലേക്ക് വരും. നല്ലൊരു വെറൈറ്റി ആണിത്. ഇത് ജുവലിന്റെ വെരിഗേറ്റഡ് ലീഫിൽ പിങ്ക് കളർ ഫ്ലവർ വരുന്ന
ഒരു ചെടിയാണ്. ഇത് അതുപോലെ തന്നെ ജുവലിൻ്റെ ഒരു പീച്ച് കളറ് ഫ്ലവറാണ് ഇതിൽ വരുന്നത്. ജുവലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ അടുക്കടുക്കുകളായിട്ടായിരിക്കും ഇതിൻ്റെ ഫ്ലവർ വരുന്നത്. ഇത് ട്രൈ കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇപ്പോൾ പൂക്കൾ കൊഴിയാറായി, അതുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു നിറത്തിൽ നിൽക്കുന്നത്. പൂക്കൾ വിരിഞ്ഞു വരുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിന് മുള്ളുകളില്ല. ട്രൈ കളർ അല്ലേ? ട്രൈ കളർ. ഇതിൻ്റെ വെരിഗേറ്റഡ് ലീഫിലും വരുന്നുണ്ട്, ട്രൈ കളർ വെരിഗേറ്റഡ് എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ചെറിയ പൂക്കളായിരിക്കും. ഇത് സുഫിയ മെറൂൺ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. വിരിഞ്ഞ് വരുമ്പോൾ നല്ല മെറൂൺ കളറിലാണ്. പിന്നെ ഈ ഒരു ചെറിയൊരു പിങ്ക് ഷെയ്ഡിലേക്ക് വരും. വലിയ പൂക്കളും നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. ഇത് ജുവലിന്റെ വേറെ കളറുകളാണ്, യെല്ലോ, പിങ്ക്. ജുവൽ ഒരുപാട് കളക്ഷൻ ഉണ്ടല്ലേ ഇവിടെ? പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. ഇതിന്റെ ലീഫ് ആലില ഷേപ്പിലാണ്, അതുപോലെ തന്നെ ചെറിയ പൂക്കളുമാണ്. മൊണാലിസ. ഇത് നമുക്ക് കുറച്ച് കളക്ഷൻ ഉണ്ട്. ഇത് സൺറൈസ് ലാവൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. നേരത്തെ കണ്ട സൺറൈസിന്റെ തന്നെ ലാവൻഡർ കളറാണ്. അല്ല, വൈറ്റ് ആണ് നമ്മൾ കണ്ടത്. ഇത് ഹാങ്ങിങ് ബോട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം, നിറയെ പൂക്കൾ ഉണ്ടാവും. സൺറൈസ് വൈറ്റും ലാവൻഡറും ഉണ്ട്, പിന്നെ വയലറ്റും ഉണ്ട്. ഇത് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. ബട്ടർഫ്ലൈ പിങ്ക്. ബട്ടർഫ്ലൈയിൽ തന്നെ യെല്ലോ ഉണ്ട്, പിന്നെ സ്പ്ലാഷ് ഉണ്ട്, പീച്ച് ഉണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ വരുന്നുണ്ട്. ബട്ടർഫ്ലൈ ഇതൊക്കെ പുതിയതാണല്ലേ? അല്ല, കുറച്ച് നാളായിട്ടുണ്ട്, ഇപ്പോഴും ആൾക്കാർ കളക്ഷനിൽ എടുക്കുന്നുണ്ട്. ഇത് ഓറഞ്ച് ടാങ്ക്ലോൺ ആണ്. പക്ഷെ നമ്മൾ നേരത്തെ കണ്ട ടാങ്ക്ലോൺ ഫ്ലവറിനെക്കാട്ടും കുറച്ചും കൂടി വ്യത്യാസമാണ്. അതുപോലെ തന്നെ ലീഫും വ്യത്യാസമാണ്. പക്ഷെ ഓറഞ്ച് ടാങ്ക്ലോൺ എന്നാണ് ഇതിന്റെ പേര്. ഇത് അത്ര വിരിയത്തില്ല അല്ലേ? ഇത് മുഴുവനായിട്ട് വിരിയുന്ന ഒരു ഇതളുകളല്ല. ടാങ്ക്ലോൺ ഫാമിലി മൊത്തത്തിൽ അങ്ങനെയാണല്ലേ? സക്കൂറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇതിപ്പോ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. ഒറ്റ സ്റ്റെമ്മ പോയിട്ട് മുകളിലാണ് അതിന്റെ ഗ്രാഫ്റ്റ് വരുന്നത്. ഇത് വാട്ടർ മെലൻ കിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇതിന്റെ ആ ഒരു പൂവിന്റെ ഷേപ്പിലും വ്യത്യാസം ഷേപ്പിലും വ്യത്യാസമുണ്ട്, കളറും നല്ല ഒരു ഭംഗിയുള്ള കളർ. അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റി അല്ലേ? പുതിയതാണോ ഇത്? ഇത് പുതിയ വെറൈറ്റി. ഇത് ഫോർമോസ വെറൈറ്റി എന്നാണ് എല്ലാവരും പറയുന്നത്, പക്ഷെ കറക്റ്റ് ഫോർമോസ എന്നല്ല. പക്ഷെ ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകത ബുഷി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്. നിറയെ പൂക്കളും ഉണ്ടാവും. ഇപ്പൊ ഇത് വിരിഞ്ഞു വരുന്നുള്ളൂ. അടുത്തൊരു 4-5 ചട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഗാർഡൻ ആയി. അതെ. കളക്ഷൻ എടുത്ത് തുടങ്ങിയിട്ട് നമ്മളൊരു 4 വർഷമൊക്കെ ആയിട്ടുണ്ട്. അന്ന് നമ്മൾ കുറച്ച് കളക്ഷൻ ഉണ്ടാവുള്ളൂ എന്ന് വെച്ച് തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സെയിലിനല്ലാതെ തന്നെ നമുക്ക് കളക്ഷനിൽ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട്. അതെ.